തൊഴിലാളികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതം തകർക്കുന്നതിൽ ഗവേഷണം നടത്തിവരുന്ന മോഡി സർക്കാരിന്റെ മറ്റൊരു കബളിപ്പിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു. ഉയർന്ന PF പെൻഷനു വേണ്ടി തൊഴിലാളികൾ നിരന്തരം ആവശ്യമുന്നയിക്കുകയും പരമോന്നത നീതിപീഠം വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നതാണ്. കോടതി ഇടപെടലിലൂടെ ഉയർന്ന പെൻഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പാവപ്പെട്ട തൊഴിലാളികളെ പരിഹസിക്കുന്ന തീരുമാനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉയർന്ന പെൻഷൻ കണക്കാക്കുന്നതിൽ പ്രോറേറ്റ രീതി നടപ്പാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചെന്ന EPFOയുടെ സർക്കുലറാണ് പുറത്തു വന്നിരിക്കുന്നത്. 2014 സെപ്റ്റംബർ 1 ശേഷം വിരമിച്ചവർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള 60 മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കി പെൻഷൻ നിശ്ചയിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് അട്ടിമറിക്കുന്ന തീരുമാനമാണിത്. പ്രോറേറ്റ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലെന്നാണ് EPFO നൽകുന്ന വിശദീകരണം. യഥാർത്ഥത്തിൽ പ്രോറേറ്റ കേസിൽ വിഷയമായിരുന്നില്ലെന്നത് മറച്ചുവെച്ചാണ് ഈ ന്യായീകരണം. എംപ്ലോയീസ് പെൻഷൻ സ്കീമിന്റെ 12ാം ഖണ്ഡികയിൽ പറയുന്ന പ്രോറേറ്റ രീതി നിശ്ചിത ശമ്പള പരിധിയിൽ താഴെ വേതനം ലഭിക്കുന്നവരെയും അല്ലാത്തവരെയും പരിഗണിക്കുന്നതാണെന്ന് EPFO പറയുന്നു. സർവീസ് കാലാവധിയെ 2ആയി വിഭജിച്ച് പെൻഷൻ കണക്കാക്കുന്നത് മൂലം വൻ നഷ്ടം വരുമെന്നതിനാൽ പ്രോറേറ്റ വ്യവസ്ഥയ്ക്കെതിരെ വിവിധ കോടതികളിൽ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ സർക്കുലർ എന്നത് കോടതികളോടുള്ള അവമതിപ്പ് കൂടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. 2022 നവംബർ 4 യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായ തുക പെൻഷൻ ഫണ്ടിലേക്ക് വകമാറ്റിക്കൊണ്ട് PF അംഗങ്ങൾക്ക് ഉയർന്ന പെൻഷൻ അവസരമൊരുക്കാൻ സുപ്രീം കോടതി ഇടപെട്ടത്. 2014 സെപ്റ്റംബർ 1 ശേഷം വിരമിച്ചവർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള 60 മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കി പെൻഷൻ നൽകണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ പുതിയ പെൻഷൻ പദ്ധതി നിലവിൽ വന്ന 14 സെപ്റ്റംബർ 1 മുൻപും ശേഷവുമുള്ള സേവന കാലയളവിനെ വെവ്വേറെ പരിഗണിച്ചാണ് കണക്കുകൂട്ടൽ നടത്തേണ്ടതെന്നാണ് PF ഓഫീസുകൾ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം 1995 നവംബർ മുതൽ 2014 ഓഗസ്റ്റ് വരെ പരമാവധി 6500 രൂപ വേതനത്തിലും 14 സെപ്റ്റംബറിനു ശേഷം പരമാവധി 15000 രൂപയിലുമാണ് പെൻഷൻ കണക്കാക്കുക. ഉയർന്ന പെൻഷൻ കണക്കാക്കുന്നതിന് പ്രോറേറ്റ വ്യവസ്ഥയാകും നടപ്പാക്കുകയെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ കേരള ഹൈക്കോടതിയിലും EPFO സത്യവാങ്മൂലം നൽകിയിരുന്നു. കിൻഫ്രയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരന് സുപ്രീം കോടതി വിധി അനുസരിച്ച് ലഭിക്കേണ്ട ഉയർന്ന പെൻഷൻ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു ഇത്. ഉയർന്ന PF പെൻഷൻ ആവശ്യപ്പെട്ടുള്ള അപേക്ഷകളിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ തുടർ നടപടികൾ വേണ്ടെന്ന് കഴിഞ്ഞ നവംബറിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. EPFO ആസ്ഥാനത്തു നിന്ന് സോണൽ ഓഫീസുകളിലേക്ക് അടിയന്തര സ്വഭാവമുള്ള ഇമെയിലിലൂടെയാണ് നിർദ്ദേശം നൽകിയത്. ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും അറിയിപ്പിലുണ്ടായിരുന്നു. ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷൻ ലഭ്യമാക്കണമെന്ന സുപ്രീം കോടതി വിധി വന്ന 2 വർഷം പിന്നിട്ടിട്ടും അപേക്ഷകരിൽ 1% പോലും ഇത് അനുവദിക്കാൻ നടപടി പൂർത്തിയാക്കിയിട്ടില്ല. രാജ്യത്താകെ 17,48,775 പേരാണ് 2024 അവസാനം വരെ ഉയർന്ന പെൻഷന് അപേക്ഷിച്ചിരുന്നത്. ഇതിൽ EPFOയ്ക്ക് ലഭിച്ച 14.3 ലക്ഷം അപേക്ഷകളിൽ 1.48 ലക്ഷം തള്ളി. 8401 പേർക്ക് മാത്രമാണ് പെൻഷൻ അനുവദിച്ചത്. 3.14 ലക്ഷം അപേക്ഷകൾ ഇപ്പോഴും തൊഴിലുടമകളുടെ പക്കൽ കെട്ടിക്കിടക്കുകയാണ്. കോടതി ഉത്തരവ് നടപ്പാക്കാത്ത EPFOയ്ക്കും കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനുമെതിരെ കോടതിയലക്ഷ്യ നടപടികൾക്കുള്ള ആലോചനയിലാണ് ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും സംഘടനകൾ. അതിനിടെ ഉയർന്ന PF പെൻഷനു വേണ്ടിയുള്ള മുഴുവൻ അപേക്ഷകളിലും ഫെബ്രുവരി 7 നടപടി പൂർത്തിയാക്കണമെന്ന സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറുടെ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം അപേക്ഷകളിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ തുടർ നടപടികൾ വേണ്ടെന്ന നവംബറിലെ കേന്ദ്ര നിർദ്ദേശം നിലനിൽക്കെ കമ്മീഷണറുടെ ഉത്തരവിൽ വൈരുദ്ധ്യമുണ്ട്. തൊഴിലാളികളെ ഇരുട്ടിൽ നിർത്തുകയും അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ ഏതു മാർഗത്തിലൂടെയും തടയുകയും ചെയ്യുന്ന കേന്ദ്ര നിലപാടിനെതിരെ യോജിച്ച ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്.